നമസ്കാരം. പ്രധാന വാർത്തകൾ. അങ്കണവാടിയിൽ ഭക്ഷ്യവിഷബാധ, 12 കുട്ടികൾ ആശുപത്രിയിൽ. കൊച്ചി നഗരത്തിലെ അങ്കണവാടിയിൽ ഭക്ഷ്യവിഷബാധ. കൊച്ചി വൈറ്റില പൊന്നുണ്ണി ഈസ്റ്റ് അങ്കണവാടിയിലെ കുഞ്ഞുങ്ങൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് 12 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും പിടിപെട്ടു. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗവ്യാപനമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യനയ അഴിമതി കേസ്. കെജ്രിവാളിനെതിരെ വീണ്ടും ED നടപടി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയിൽ നിന്ന് ED അനുമതി തേടിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2002 ഡിസംബറിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പ്രോസിക്യൂഷന് അനുമതി നൽകണമെന്നാണ് EDയുടെ ആവശ്യം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെയാണ് മദ്യനയ അഴിമതി കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതകം. പ്രതി ജോർജ് കുര്യന് ശിക്ഷ വിധിച്ച കോടതി. കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം വിധിച്ച കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി. പ്രതി 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. 2022 മാർച്ച് 7-നാണ് കൊലപാതകം നടത്തിയത്. ശിക്ഷയിന്മേൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. നിരപരാധിയാണെന്നും പ്രായം പരിഗണിച്ച ഇളവുകൾ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 2022 മാർച്ച് 7-നാണ് ജോർജ് കുര്യൻ സഹോദരനെയും അമ്മാവനെയും വെടിവെച്ചു കൊന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. ബൈക്കിടിച്ചു. തെറിച്ച് റോഡിൽ വീണ യുവാവ് KSRTC ബസ്സിന് അടിയിൽപ്പെട്ട് മരിച്ചു. കോഴിക്കോട് കല്ലുത്താൻകടവ് പാലത്തിന് മുകളിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ KSRTC ബസ് ബൈക്ക് യാത്രികന്റെ ദേഹത്തുകൂടി കയറി ഇറങ്ങി. ഗോവിന്ദപുരം സ്വദേശി റോഷനാണ് മരിച്ചത്. കല്ലുത്താൻകടവ് പാലത്തിന്റെ ഫുട്പാത്തിൽ ഇടിച്ച ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ റോഷന്റെ ദേഹത്തുകൂടി ബസ് കയറി ഇറങ്ങുകയായിരുന്നു. മാനന്തവാടിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോവുകയായിരുന്ന ബസ്സാണ് യുവാവിന്റെ ദേഹത്തുകൂടി കയറി ഇറങ്ങിയത്. റോഷൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ശബരിമല തീർത്ഥാടകരുടെ കാർ ഇടിച്ചു. 5 പേർക്ക് പരിക്ക്. കാഞ്ഞിരപ്പള്ളിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ആന്ധ്ര സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആന്ധ്രയിലെ പ്രകാശം സ്വദേശികളായ മണികണ്ഠൻ, ആത്തൈ ശ്രീനിവാസുലു, ശ്രീമൻ നാരായണ, ഇദ്ദേഹത്തിന്റെ മകൾ ലക്ഷ്മി ഋഷിത, ഡ്രൈവർ ലക്ഷ്മി റെഡ്ഡി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത്. കാഞ്ഞിരപ്പള്ളി ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലേക്ക് തീർത്ഥാടക സംഘത്തിന്റെ കാർ ഇടിക്കുകയായിരുന്നു. പെൺകുട്ടിയടക്കം 5 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. 5 പേരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ നിയന്ത്രണം വിട്ട് ലോറിക്ക് പിന്നിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു.